നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നും നാളെയും ഒക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ പെയ്യുമെന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് ഇടിമിന്നലോട് കൂടിയ മഴയായതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇടിമിന്നൽ അപകടകാരികളാണ്. അവ വലിയ രീതിയിലുള്ള അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ആയിരിക്കുക. മാത്രമല്ല, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒരു വശത്ത് മഴ മുന്നറിയിപ്പ് നിൽക്കുന്നത് പോലെ തന്നെ മറുവശത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് കൂടിയുണ്ട്. കേരളത്തിൽ ഇന്ന് മുതൽ 15-ാം തീയതി വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും, സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ ഇന്ന് മുതൽ 15 വരെ ചൂടും അസ്വസ്ഥതയ്ക്കുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. അപ്പോൾ മഴ മുന്നറിയിപ്പ് ഒരു വശത്തുണ്ട്, അതുപോലെ തന്നെ മറുവശത്ത് ഇത്തരത്തിൽ താപനില മുന്നറിയിപ്പ് കൂടിയുണ്ട്. വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.